6-7 മാസം മുൻപാണ് ഈ യൂത്ത് സീരീസ് വാച്ച് കാസിയോ പുറത്തിറക്കുന്നത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു വാച്ചാണ് AE1600H-1AV. ഇതിന്റെ ഒരു നൈറ്റ് ഡിസ്പ്ലേ മോഡൽ കൂടി ഉണ്ട്, AE1600H-8BU എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ വാച്ചാണ്. 3195 രൂപയാണ് ഈ വാച്ചിന്റെ വില. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലോട്ടാപ്പിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു G-Shock ആൾട്ടർനേറ്റീവ് എന്നൊക്കെ പറയാവുന്ന ഒരു ലുക്കാണ്. സ്ക്വയർ ടൈപ്പ് ആണ്. ഫ്രണ്ടിലെ ലൈറ്റ് ബട്ടൺ പ്ലേസ്മെന്റ് ഒക്കെ കാണുമ്പോൾ ഒരു GBD 200ന്റെ വൈബ് വരുന്നുണ്ട്. ഇതൊരു 50 മില്ലിമീറ്റർ കംപ്ലീറ്റ്ലി റെസിൻ ബിൽഡ് വാച്ചാണ്. റെസിൻ ഗ്ലാസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 52 ഗ്രാം ആണ് ഈ വാച്ചിന്റെ ഭാരം. ലൈറ്റ് വെയിറ്റ് ആണ്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇതിന്റെ വലിയ ഡിസ്പ്ലേ ആണ്. നമ്മുടെ AE1500ന്റെ ഒരു പിൻഗാമിയാണ് ഇതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഏത് സമയത്തും വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ മുകളിലും താഴെയും ഡോട്ട് പാറ്റേൺ ഉണ്ട്. അതൊരു രസമാണ്. വീക്ക്, ഡേറ്റ്, മന്തൊക്കെ അവിടെയാണ് കാണിക്കുക. അതിന് താഴെ സമയം, അതിന് താഴെ ഒരു 10 ഡോട്ട്സ് ഉണ്ട്. അത് സെക്കൻഡ്സ് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഈ കോർണറിൽ സെക്കൻഡ്സ് കാണിക്കുന്നുണ്ട്. എതിർ സൈഡിൽ 5 അലാംസ് കാണിക്കുന്നുണ്ട്. 5 അലാമുകൾ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഒക്ടഗണൽ ഷേപ്പ് ആണ്. വളരെ വലിയ ബട്ടൺസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ഒക്കെ വളരെ ഈസിയാണ്. ലൈറ്റ് ബട്ടൺ മാത്രം താഴെയാണ്. ഇതൊരു ഇലുമിനേറ്റർ ടൈപ്പ് വാച്ചാണ്. 10 വർഷത്തെ ബാറ്ററി ലൈഫ് തരുന്ന വാച്ച് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററിനെ കുറിച്ച് യാതൊരു പേടിയും വേണ്ട. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു 18mm റെസിൻ സ്ട്രാപ്പ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 3570 എന്ന് പറഞ്ഞ മൊഡ്യൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിസൈൻ വൈസ് അടിപൊളിയാണ്. കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഭയങ്കരമായ ബിസി ഡിസൈൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാണാനൊരു ഭംഗിയുണ്ട് ഇതിന്. ഏറ്റവും വലിയ ഫീച്ചർ 10 ഇയർ ബാറ്ററി തന്നെയാണ്. പിന്നെ 100 മീറ്റർ വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് കെട്ടി നീന്തോ കുളിക്കോ ഒക്കെ ചെയ്താലൊന്നും ഇതിൽ വെള്ളം കയറാനുള്ള യാതൊരു സാധ്യതയില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു സമയം കാണുന്നുണ്ട്. മോഡ് ബട്ടൺ ഞെക്കിയാൽ ഇവിടെ 5 സെപ്പറേറ്റ് അലാംസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അവർലി ടൈം സിഗ്നൽ ഉണ്ട്, കൗണ്ട് ഡൗൺ ടൈമർ ഉണ്ട്, സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. സ്പ്ലിറ്റ് ടൈം ഉള്ള സ്റ്റോപ്പ് വാച്ച് ആണ്. ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ DT എന്ന് കാണിക്കും. ഇതൊരു ഡ്യുവൽ ടൈം വാച്ച് ആണ്. 2 സമയം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. 12 അവർ ആൻഡ് 24 അവർ ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യും. +or- 30 സെക്കൻഡ്സ് പെർ മന്ത് ആണ് ഈ വാച്ചിന്റെ ആക്യുറസി. ഒരു ആംബർ കളർ LED ലൈറ്റ് ആണ്. ഇലുമിനേറ്റർ ടൈപ്പ് ആണ്. സൂപ്പർ വിസിബിൾ ലൈറ്റ് ആണ്. 2 LEDs യൂസ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഓട്ടോ കളർ ഉള്ള ഒരു വാച്ച് കൂടിയാണിത്. ഭയങ്കര ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാച്ചാണിത്. വളരെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന, വളരെ കൃത്യമായിട്ട് നമുക്ക് അക്കങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു വാച്ചാണ്. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേൾ ടൈം ഇല്ല എന്നുള്ളത് മാത്രമാണ്. ഫംഗ്ഷൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഫീച്ചർ വൈസും നല്ലൊരു വാച്ചാണ്. ഈ വാച്ചാണ് നമ്മൾ മുൻപേ ഗിവ് അവേ ചെയ്തത്. ഇത് അതിനു മുമ്പേ എടുത്ത വീഡിയോ ആണ്. ഗിവ് അവേ ചെയ്യാനുള്ള വാച്ച് ആയതുകൊണ്ട് തന്നെ ഞാനത് കയ്യിൽ കെട്ടി നോക്കിയില്ല. എന്റെ G5600 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് അല്പം വലിയ വാച്ചാണ്. എന്നാലും ഒരു 6 ഇഞ്ച് റിസ്റ്റ് ഉള്ളവർക്കൊക്കെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൈസാണ്. 6 ഇഞ്ചിൽ താഴെ റിസ്റ്റ് ഉള്ളവർക്ക് സ്യൂട്ട് ആവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഓവർ സൈസ് വാച്ച് വേണമെന്നുള്ളവർക്ക് യൂസ് ചെയ്യാം. ലൈറ്റ് വെയിറ്റ് ആണ്. 52 ഗ്രാം മാത്രമേ ഭാരമുള്ളൂ. സ്ട്രാപ്പും സ്മൂത്ത് ആയതുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. വാച്ച് നമ്മുടെ കാസിയോ എക്സ്ക്ലൂസീവ് സ്റ്റോർ MG റോഡ് കൊച്ചിയിൽ നിന്ന് തന്നെയാണ് ഞാൻ എടുത്തത്. വാച്ച് എനിക്ക് ഇഷ്ടമായി. നമ്മൾ ഏത് സമയത്തും ഈസി ആയിട്ട് സമയം കാണാം. പ്രത്യേകിച്ച് ബൈക്കൊക്കെ ഓടിക്കുന്ന സമയത്തൊക്കെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് സമയം കാണാൻ പറ്റും. നൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. ആ നൈറ്റ് റീഡ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ പോസിറ്റീവ് ഡിസ്പ്ലേ ആണ് നല്ലത്. അത് കുറച്ചും കൂടി വിസിബിൾ ആണ്. നെഗറ്റീവ് ഡിസ്പ്ലേക്ക് കുറച്ചൊരു വിസിബിലിറ്റി കുറച്ച് കുറവ് തോന്നുന്നുണ്ട്. പോറിൽ വീഴാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഈ ഗ്ലാസിന്റെ പ്ലേസ്മെന്റിലും ഈ 2 ബംസ് ഇങ്ങനെ നിൽക്കണോണ്ടും ഒരു പരിധി വരെ ഗ്ലാസ് സ്ക്രാച്ച് ആകാൻ അത് തടയും. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. വേൾ ടൈം ഫംഗ്ഷൻ നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഡിജിറ്റൽ വാച്ച് ഇതാണ്. അത്യാവശ്യം റെഫ്യൂസിനൊക്കെ പറ്റിയൊരു വാച്ചാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.